ഹായ് ഗൈസ് ആൻഡ് ഓണ്ട് വെൽക്കം ടു അലമാര. 2024 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഗ്നോയുടെ വെബ്സൈറ്റ് ത്രൂ നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത്തവണത്തെ ജൂൺ 2024 എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് വളരെ പ്രത്യേകതയോട് കൂടിയ ഒരു ഫോം ഫില്ലിംഗ് ആണ്. എന്താണ് സംഭവം നമുക്ക് പെട്ടെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജൂൺ 1 മുതൽ ജൂലൈ എൻഡ് വരെ നടക്കുന്ന എക്സാമിന് വേണ്ടിയുള്ള എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ആർക്കൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ച് ആദ്യം തന്നെ നമുക്ക് നോക്കാം. 2023 ജൂലൈയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ തന്നെ സെമസ്റ്റർ വൈസിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തതും റീ രജിസ്ട്രേഷൻ ചെയ്തതും തേർഡ് ഇയറിലേക്ക് വന്നതും ഒക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാം. മാത്രമല്ല ഡിപ്ലോമ PG ഡിപ്ലോമ പ്രോഗ്രാമിലേക്ക് ജൂലൈ 2022 ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നമുക്ക് എക്സാം ഇപ്പോൾ എഴുതാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതുവരെയായിട്ട് കോഴ്സുകൾ ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ, നമുക്ക് അല്ലെങ്കിൽ ഡിസംബറിൽ പരീക്ഷ എഴുതിയിട്ട് ഫെയിലായി പോയ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ബാക്ക്ലോഗ് വന്നവർക്കോ എന്തെങ്കിലും കാരണത്തിൽ എക്സാം മിസ്സായി പോയവർക്കൊക്കെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇയർ വൈസ് അഡ്മിഷൻ എടുത്ത ആളുകൾക്ക് ജോയിൻ ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. സെമസ്റ്റർ വൈസ് 6 മാസത്തിനുള്ളിലും. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാവർക്കും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ബേസിക്കലി ജൂലൈ 2023 ജനുവരി 2024 ഒക്കെ ജോയിൻ ചെയ്തവർക്ക് ഈ എക്സാം എഴുതാം. അതാണ് സിമ്പിളായിട്ട് പറയാനുള്ള കാര്യം. കഴിഞ്ഞ തവണ വരെ ഓൺലൈൻ അഡ്മിഷൻ എടുത്തവർക്കും ഓഡിയോ അഡ്മിഷൻ എടുത്തവർക്കും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു എക്സാമിനേഷൻ ഫോം ഓൺലൈനിൽ ഫില്ല് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പോൾ എല്ലാം തന്നെ ഓൺലൈനായിട്ട് ഒറ്റ പോർട്ടൽ ത്രൂ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിച്ചു. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ പറയുന്ന കാര്യം, ഇപ്പോൾ ജൂണിലെ എക്സാമിന് വേണ്ടിയുള്ള എക്സാമിനേഷൻ ഫോം ഫില്ലിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുന്ന രീതി ഏകദേശം 2 തരത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒന്ന് മാർച്ച് 1 മുതൽ 31 മാർച്ച് വരെ വൈകുന്നേരം 6 മണി വരെ ഓൺലൈൻ ത്രൂ പെർ പേപ്പറിന് 200 രൂപ ഫൈന് ഒന്നുമില്ലാതെ നമുക്ക് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാം. അതിനുശേഷം ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെ 1100 രൂപ ഫൈനോട് കൂടി എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാം. കഴിഞ്ഞ തവണ മുതൽ ഉണ്ടായിരുന്ന ഒരു അപ്ഡേഷനാണ്. ജനുവരി 2023 ശേഷം ജോയിൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് പ്രൊജക്ട് പ്രാക്ടിക്കൽ ഇങ്ങനെയൊക്കെ വരുന്നതിന് അവർക്ക് ഫീസ് അടയ്ക്കണം. നേരത്തെയും പ്രാക്ടിക്കലിന് ഫീസ് ഉണ്ടായിരുന്നു, പക്ഷേ പ്രൊജക്റ്റിന് ഫീസ് ഉണ്ടായിരുന്നില്ല. ഫീസ് അടയ്ക്കുന്ന രീതിയും മാറിയിട്ടുണ്ട്. ഫീസിൽ സ്ലൈറ്റ് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അതായത് എക്സാമിനേഷൻ ഫീസ് 200 രൂപയാണ്. 4 ക്രെഡിറ്റ് വരെയുള്ള പ്രാക്ടിക്കലിന് 300 രൂപയും 4 ക്രെഡിറ്റിന് മുകളിലേക്കുള്ളതിന് 500 രൂപയും പ്രൊജക്റ്റിന് 4 ക്രെഡിറ്റ് വരെയുള്ളതിന് 300 രൂപയും 4 ക്രെഡിറ്റിന് മുകളിലേക്കുള്ളത് 500 രൂപയുമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസ് തന്നിരിക്കുന്നത്. എക്സാമിനേഷൻ സെന്റർ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെന്റർ കിട്ടാൻ സാധിക്കുന്നതായിരിക്കും. കാരണം കഴിഞ്ഞ തവണയും സെന്റേഴ്സ് ഒക്കെ ക്ലോസ് ആയി പോകുന്നതിന് കാരണമുണ്ടായിരുന്നു. കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മിനിമം ടൈം ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. നമ്പർ ഓഫ് അസൈൻമെന്റ്സ്, നിങ്ങൾ ഏകദേശം 5 എക്സാമിനാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ 5 അസൈൻമെന്റ് നിങ്ങൾ സബ്മിഷൻ ചെയ്തിരിക്കണം ആ പേപ്പറുകൾക്കുള്ളത്. ABC ID മറ്റൊന്നുമല്ല, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിജി ലോക്കർ വഴി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറിങ് മറ്റു കാര്യത്തിന് വേണ്ടിയൊക്കെയാണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്നത്. അത് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ട്. സപ്പോസ് നാളെ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിത്തം നിർത്തി മറ്റെവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരെ പഠിച്ചിരിക്കുന്ന അത്രയും ക്രെഡിറ്റുകൾ നിങ്ങളുടെ ആ ബാങ്കിൽ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് മറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത് ഫുൾഫിൽ ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനുവേണ്ടിയാണ് അത് പറയുന്നത്. ഗ്രൂപ്പ് 1 മുതൽ ഗ്രൂപ്പ് 6 വരെ എന്താണ് കോമൺ ആയിട്ടുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ഇത്രയും പേപ്പേഴ്സും ഒറ്റ ദിവസമായിരിക്കും എക്സാം നടക്കുന്നത്. ഗ്രൂപ്പ് 2 ഇത്രയും പേപ്പർ. ഡേറ്റ് ഷീറ്റിൽ നോക്കുമ്പോൾ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 എന്നായിരിക്കും കിടക്കുന്നത്. അതിനർത്ഥം ഇത്രയും പേപ്പേഴ്സിന്റെ എക്സാം ഒരു ദിവസമായിരിക്കും. അപ്പം ഇതിലേതെങ്കിലും ഒരു പേപ്പർ മാത്രമേ ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഗ്രൂപ്പിൽ 1 2 പേപ്പർ ഒരുമിച്ച് ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഒരു സമയത്ത് ഒരു ദിവസം ആയിരിക്കും നടക്കുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ്. ഇപ്പോൾ റീജിയൻ വൈസ് ആണ് നമുക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് വരുന്നത്. കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിൽ ഇത്രയും എക്സാമിനേഷൻ സെന്റേഴ്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിൽ കൂടുതലുള്ള ഏതെങ്കിലും എക്സാമിനേഷൻ സെന്റേഴ്സ് ഇനി ആഡ് ആകുമോ എന്ന് നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ വടകരയിൽ നോക്കാം. വടകരയിലും ഇത്രയും സെന്റേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. അപ്പം ഇത്രയും സെന്റേഴ്സ് ആണ്. എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് നമ്മുടെ ടീം ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്താൽ മതി. നേരത്തെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ ഏകദേശം 1500 എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് എന്ന് നമ്മുടെ ടീം ഓൺലൈൻ ഉണ്ടാവും. അവർ വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ഇനി വേറെ ഒന്നും കാര്യങ്ങളില്ല എങ്കിൽ എല്ലാം വായിച്ച് കൺഫേം ആണെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ നമ്മൾ എക്സാമിനേഷൻ ഇത്രയും കാര്യങ്ങൾ വായിച്ചു. അതിനുശേഷം പ്രൊസീഡ് ടു ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന പേജാണിത്. പേജിൽ നമുക്ക് ബേസിക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നമുക്ക് കാണാം എൻറോൾമെൻറ്റ് നമ്പർ, കോഴ്സിൻ്റെ പേര്, സ്റ്റുഡൻറ്റിൻ്റെ പേര്, അഡ്രസ്സ്,
നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, ഈ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഇതൊക്കെ ഫില്ലപ്പ് ചെയ്യും. ഇതെല്ലാം കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇതിൻ്റെ അക്കാഡമിക് ക്രെഡിറ്റ്സ് കൊടുക്കേണ്ടത് മാൻഡേറ്ററി ആണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു വിർച്വൽ ആയിട്ടുള്ള സ്റ്റോർ ഹൗസ് മാത്രമാണ് ഇൻഫർമേഷൻസ്. ഇത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഗ്രേഡ് കാർഡിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിജി ലോക്കർ ആപ്പ് വഴി നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുമായിട്ട് സ്റ്റുഡൻറ്റിൻ്റെ യുണീക്ക് 12 ഡിജിറ്റ് കോഡിലായിരിക്കും ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ABC ID എന്ന് പറഞ്ഞാൽ ഒരു 12 അക്ക ഡിജിറ്റ് കോഡിലായിരിക്കും ഇത് സേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിജി ലോക്കർ ആപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ അകത്ത് സേവ് ചെയ്യാം. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങളിത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ മാത്രം കൊടുത്തിട്ടാണ്, ഒരു OTP മൊബൈലിലേക്ക് വരും. ആ മൊബൈൽ നമ്പറിലേക്കുള്ള OTP കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യമുള്ള ABC ID എന്തിനാണ്, ABC IDയുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്നുള്ളത് കൃത്യമായി ഡീറ്റെയിൽസ് കൊടുക്കുക. എന്തൊക്കെ ഡീറ്റെയിൽസ് ഇപ്പം നിലവിൽ ആധാർ കാർഡാണ് എടുക്കുന്നത്. അപ്പം ഒരു 12 അക്ക ഡിജിറ്റ് ഓൾറെഡി ഇവിടെ ABC ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആധാർ കാർഡിലെ ഫോട്ടോയും നമുക്കിവിടെ കാണാം. ഈ ഒരു ABC ID നമ്മളിവിടെ കൊടുക്കുന്നു. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്കത് സക്സസ്ഫുൾ ആവും. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൊടുത്തിരിക്കുന്നത് എക്സാമിനേഷൻ സെൻ്ററാണ്. ഇപ്പം നമുക്ക് കോട്ടയത്തുള്ള CMS കോളേജാണ് കൊടുക്കുന്നത്. ഈ ഒരു സെക്ഷനാണ് നമുക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സെക്ഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നിങ്ങളുടെ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നത് എക്സാം ഫോം ഫില്ല് ചെയ്യുന്ന തുടക്ക ദിവസങ്ങളിൽ. ഈ വീഡിയോ 1-2 ദിവസം ഡിലേ ആയിട്ട് ഉണ്ടാക്കുന്നതിന് കാരണം തന്നെ പ്രധാനമായിട്ടും ഈ ഒരു പ്രശ്നം അലമാരയിലെ സ്റ്റുഡൻസ് ഒഴിവാക്കാനാണ്. കാരണം തുടക്ക ദിവസങ്ങളിൽ പല പേപ്പറുകളും ഇതിൽ അപ്ഡേറ്റ് ആകാൻ താമസിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. നിലവിൽ തുടക്ക ദിവസങ്ങളിൽ കുറച്ച് താമസിച്ചായിരിക്കും ഇത് അപ്ഡേറ്റ് ആകുന്നത്. അതിനുശേഷം കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നിലവിൽ തിയറി പേപ്പേഴ്സാണ് ഇതിൽ കാണുന്നത്. പല സ്റ്റുഡൻസും പ്രാക്ടിക്കൽ പേപ്പേഴ്സ് കാണുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിസൾട്ടുകൾ വന്നിട്ടുമില്ല. അപ്പോൾ റിസൾട്ട് വരാത്ത വിദ്യാർത്ഥികൾ ദയവായിട്ട് ഒരു മാർച്ച് 15 വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ടുകൾ വരാനുള്ളവർ വന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നിലവിൽ മൾട്ടിപ്പിൾ ടൈംസ് എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത് നിങ്ങളുടെ എക്സാമിനേഷൻ ഫോമിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു തവണ മാത്രം എക്സാമിനേഷൻ ഫോം സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മൾട്ടിപ്പിൾ ടൈം ഫില്ല് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ കൺട്രോൾ നമ്പർ ജനറേറ്റ് ആവും. അതുവഴി നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലുമൊക്കെ പേപ്പേഴ്സ് മിസ്സായി പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഓരോ പേപ്പേഴ്സും കൃത്യമായി സെലക്ട് ചെയ്യുക, ഏതൊക്കെ പേപ്പേഴ്സാണ് വേണ്ടതെന്നുള്ളത്. അത് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. എക്സാം റീവാലുവേഷനും എക്സാമും എഴുതുന്ന ആളുകൾക്ക് രണ്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ കൂടുതലും എക്സാം എഴുതുന്നതായിരിക്കും നല്ലത്. വലിയ നമ്പർ ഓഫ് മാർക്കിന് ഡിഫറൻസിലാണ് നിങ്ങൾ ഫെയിലായിട്ടുള്ളതെങ്കിൽ എക്സാം ആയിരിക്കും എപ്പോഴും നല്ലത്. കാരണം 200 രൂപ മാത്രമാണ്. വലിയ മാർക്ക് ഡിഫറൻസ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. ടീം നിങ്ങളെ എൻറ്റയർലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് സഹായത്തിനും നിങ്ങൾക്ക് നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ടീം ഒരു സ്പെസിഫിക് ചാർജ് ഉണ്ടാവും എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിന്, ആസ് യു നോ. പക്ഷേ വളരെ ഫാസ്റ്റായിട്ടും നമ്മൾ വളരെ പെട്ടെന്നും എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കറിയാം ഓൾറെഡി ഒരു 1500+ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് കഴിഞ്ഞ തവണ കംപ്ലീറ്റ് ആയതാണ്. സോ യു നോ വെരി വെൽ. അപ്പം ടീമുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കണക്ട് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് ഫോർ ജൂൺ 2024 ടോമൽ എക്സാമിനേഷൻ.